ഹലോ ഗെയ്സ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ പോക്കിമോൻ യുണൈറ്റ് ഏഷ്യ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ജപ്പാൻ ടീമായുള്ള ഇൻസോമിനിയ അതിന്റെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. നമ്മളെ രണ്ട് ഇന്ത്യൻ ടീമുകളും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു. എന്തായാലും ജപ്പാൻ ടീം ഇതിൻ്റെ ചാമ്പ്യൻ ആയിക്കൊണ്ട് ഇതിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കും ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ടീമുകൾക്ക് ഇതിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ആണെങ്കിൽ ഇന്ത്യ ക്വാളിഫയേഴ്സ് നടക്കുന്നുണ്ട്. അതിൽ നിന്നും ചാമ്പ്യൻ ആയിട്ടാണ് ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ബ്രൗൾ സ്റ്റാർ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ബ്രൗൾ സ്റ്റാർസ് ചാമ്പ്യൻഷിപ്പ് മാർച്ച് മന്ത്ലി ഫൈനൽസിൽ നമ്മൾ ഇന്ത്യൻ ടീമായുള്ള RNTX ചാമ്പ്യന്മാരായിരിക്കുകയാണ്. കഴിഞ്ഞ മാസവും RNTX അങ്ങനെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഈ ഒരു ബ്രൗൾ സ്റ്റാറിൻ്റെ ടൂർണമെൻറ്റിലും RNTX. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൻ്റെ സെമി ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വേറെ ലെവല് ഡോമിനേഷനും കംബാക്കുകളുമാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ VSTയുടെ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഫൈനൽ സോണിലേക്ക് എത്തിയപ്പോൾ ലാസ്റ്റ് ആ ഫൈറ്റ് എസ്പവറിൻ്റെ ഒരു 1v1 ഫൈറ്റോട് കൂടിയിട്ട് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് VST അവിടെ സ്വന്തമാക്കിയത്. റൈഡൻ സോളോ 5 ഫിനിഷസ് സ്വന്തമാക്കി. നമ്മൾ NRIയും ഇവിടെ 10 ഫിനിഷസോട് കൂടി 15 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോള് 9 ഫിനിഷസോട് കൂടി 9 പോയിന്റും നോണെക്സ് 4 ഫിനിഷസോട് കൂടി 4 പോയിന്റും സ്വന്തമാക്കി. ആൻഡ് മാച്ച് 2ൽ സിൻസിനാറ്റി കിഡിൻ്റെ വക ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഗോൾഡലിനെ തീർത്തുകൊണ്ട് 17 ഫിനിഷസോട് കൂടിയുള്ള ഒരു ഡോമിനേറ്റിംഗ് ചിക്കനിനാണ് അവർ സ്വന്തമാക്കിയത്. ഫ്ലോക്ക് സോളോ 7 ഫിനിഷസ് സ്വന്തമാക്കി. ഗോളിലേക്ക് കൂടെ 13 പോയിന്റും നമ്മൾ മാക്ക് കളിക്കുന്ന ജെനിസിസ് സ്പോർട്സ് 6 പോയിന്റും സ്വന്തം. ആൻഡ് മാച്ച് 3 സാൻഡ് ഹോക്കിൽ നമുക്ക് ട്രോയ് തമിഴൻസിൻ്റെ വക ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഗോളിലേക്കും ഇവിടെ ഒരു അഗ്രസീവ് ലെവൽ പെർഫോമൻസിൻ്റെ കാഴ്ചവെച്ചിട്ടായിരുന്നു. സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 15 ഫിനിഷസുമായിട്ട്. അതിലെടുത്തു പറയേണ്ട ജോനതൻ്റെ സോളോ 8 ഫിനിഷസാണ്. നല്ല രീതിയിലൊരു അടിപൊളി പെർഫോമൻസ് ജോനതൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് മാച്ച് 4ൽ FSൻ്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് FSC സ്പോർട്സ് മാച്ച് 4ൽ സ്വന്തമാക്കിയത്. നമ്മൾ മാക്കിൻ്റെ ടീമായുള്ള ജെനിസിസ് സ്പോർട്സ് ഇവിടെ 5 പോയിന്റാണ് സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 5ൽ FSൻ്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ലാസ്റ്റ് TWB നോണെക്സിനെയും RNTXനൊക്കെ തീർത്തുകൊണ്ടാണ് നമ്മളെ FSC സ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. TWBയുടെ 15 ഫിനിഷസോളം സ്വന്തമാക്കിയ നോണെക്സ് 7 പോയിന്റും സ്വന്തമാക്കിയ. ലാസ്റ്റ് മാച്ചിൽ സിൻസിനാറ്റി കിഡിൻ്റെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. സോൾ ഇവിടെ 14 ഫിനിഷസും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജെനിസിസ് സ്പോർട്സ് ഇവിടെ 3rd പൊസിഷനിലേക്ക് എത്തിക്കൊണ്ട് 11 പോയിന്റും സ്വന്തമാക്കി. അങ്ങനെ സെമി ഫൈനൽസിന്റെ ഡേ 2 അവസാനിച്ചപ്പോൾ സിൻസിനാറ്റി കിഡ് ആ ഒരു ഓവർ സ്റ്റാൻഡിങ്സിൽ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 2 ചിക്കനിനോട് കൂടി 57 പോയിന്റാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ടോട്ടലി 85 പോയിന്റായിട്ട് അവർ A1 പൊസിഷൻ തന്നെ സിൻസിനാറ്റി കിഡ് നിൽക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് FSC സ്പോർട്സ് ആണ് നിൽക്കുന്നത് 67 പോയിന്റോടെ. 3ാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഗോളിലേക്ക് കാഴ്ചവെക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നർ പോലും ഇല്ലെങ്കിലും 63 പോയിന്റോടെ ഒരു 3rd പൊസിഷനിൽ അവർ നിൽക്കുന്നുണ്ട്. മാക്കിൻ്റെ ടീമായുള്ള ജെനിസിസ് സ്പോർട്സ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അവർ നല്ലൊരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസോട് കൂടി 44 പോയിന്റോട് കൂടിയിട്ടാണ് ആ ഒരു ടോപ്പ് 5ൽ ഇപ്പോൾ നിൽക്കുന്നത്. ലിഖിത സ്പോർട്സിൻ്റെയും ചെറിയൊരു കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 20ാം സ്ഥാനത്ത് നിന്നും 12ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 37 പോയിന്റായിട്ട്. സോളിൻ്റെയും നല്ലൊരു കംബാക്ക് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. ഇന്നലെ ആകെ 6 പോയിന്റായിരുന്നു മിനിഞ്ഞാന്ന് ഡേ 1ൽ ടീം സ്വന്തമാക്കിയത്. പക്ഷേ ഇന്നലെ 30 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 30ാം സ്ഥാനത്ത് നിന്നും 14ാം സ്ഥാനത്തേക്ക് ഒരു കംബാക്ക് സോളിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 36 പോയിന്റാണ് സോള് സ്വന്തമാക്കിയത്. ഇതിൽ നിങ്ങൾക്ക് സോൾ മാന്യയുടെ ആ ഒരു ഇഷ്യൂ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. POV റെക്കോർഡിങ് മാന്യ POVയും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത് മാന്യക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ വീട്ടിലെ ഒരു AC കാര്യങ്ങളൊന്നും ഇടാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ POVയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് POV ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒഫീഷ്യൽ അഡ്മിൻസ് മാന്യയുടെ വീട്ടിൽ വന്ന് ഫോണും കാര്യങ്ങളൊക്കെ ഫുള്ളി നിരീക്ഷിച്ച് മാച്ച് കഴിയുന്ന ഒരു അഡ്മിൻ ഫുള്ളി ഒരുമിച്ച് ഇരുന്നതിന് ശേഷമാണ് ആ ഒരു മാന്യയുടെ ആ ഒരു BGISൻ്റെ മാച്ചുകൾ നടക്കുന്നത്. മാന്യക്ക് മാത്രമല്ല വേറെയും ഒരുപാട് പ്ലേയേഴ്സിൻ്റെ വീട്ടിൽ ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തവരുടെ വീട്ടിൽ
അഡ്മിൻസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. എന്തായാലും ഇത് അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾക്കറിയാം അണ്ടർഡോഗ് പ്ലേയേഴ്സ് എത്രയോ ആൻഡ്രോയിഡിൽ വരെ കളിക്കുന്നവരുണ്ട്. അവർക്കും ഈ ഒരു റെക്കോർഡിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. ലാസ്റ്റ് സോണിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷെ അതൊന്നും ഒഫീഷ്യൽസ് മൈൻഡ് ചെയ്യാതെ മാന്യക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രം ആ ഒരു ഫെസിലിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമല്ല. ഒരു ഒഫീഷ്യൽ ഈവൻറ്റിൽ ഒരു ഒഫീഷ്യൽ ടീം ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് എന്തായാലും പേഴ്സണലി താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ BGISന്റെ സെമി ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ അവസാനിച്ചു. ഇന്ന് മാച്ചുകളും കാര്യങ്ങളൊന്നുമില്ല. നാളെ മുതൽ ഡേ 3 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി 2 ദിവസങ്ങൾ കൂടിയുള്ളൂ. ആരൊക്കെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടോപ്പ് 8-ലെത്തി ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അയക്കുക. നിങ്ങളെ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.